പുറപ്പാട് 33:3 വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് അനേക വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്തായിരുന്നു അവർക്ക് ലഭിച്ച വാഗ്ദത്തം? അവരിപ്പോൾ മരുഭൂമിയിലാണ്. അവർക്ക് ലഭിച്ച വാഗ്ദത്തം എന്തായിരുന്നു? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. 40 വർഷമായി ഈ വാഗ്ദത്തം അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ വാഗ്ദത്തം ജീവിതത്തിൽ സ്വന്തമാക്കിയില്ല. മരുഭൂമിയിൽ വെച്ച് അവരുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ ചില പോരായ്മകൾ ദൈവം കണ്ടതുകൊണ്ടാണ് ആ കനാൻ ദേശത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാലം താമസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവത്തിനുണ്ട്. ദൈവത്തിൻ്റെ മഹത്വകരമായ കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റെടുത്ത് നമ്മെ വിശുദ്ധീകരിക്കുന്ന മുറയ്ക്കാണ് ആ വാഗ്ദത്തങ്ങളും ആ നന്മകളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ, സ്വന്തമാക്കുവാൻ കഴിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനങ്ങൾ കേട്ടു എന്നതുകൊണ്ട്, ദൂതുകൾ കേട്ടു എന്നുള്ളത് കൊണ്ട്, വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്വന്തമാക്കണമെന്നില്ല. ഈ ഇസ്രായേൽ മക്കളുടെ അനുഭവം അത് തന്നെയാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം കേട്ട വലിയൊരു കൂട്ടം ജനമെല്ലാം മരുഭൂമിയിൽ നശിച്ചുപോയി. അവർ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 40 വർഷം കൊണ്ട് അനേകർ കഴിഞ്ഞുപോയി, അവരുടെ ജീവിതം കഴിഞ്ഞുപോയി. അങ്ങനൊരു കാഴ്ചയാണ് മരുഭൂമിയിൽ കാണുവാനായി കഴിഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, ദൈവപ്രവൃത്തികൾ വൈകുന്നതിന് കാരണം, ദൈവത്തിൻ്റെതായ ഒരു മഹത്വം വൈകുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില അശുദ്ധികൾ, കുറവുകൾ ഉള്ളതുകൊണ്ടാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളത് പരിശോധിക്കുമ്പോൾ ആ അശുദ്ധികളെയും കുറവുകളെയും നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും. അതൊന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കാമെങ്കിൽ, ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിച്ച്, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത് നിരപ്പ് പ്രാപിച്ചാൽ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക നന്മകൾ വേഗത്തിൽ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായി സാധിക്കും. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ നടക്കുന്ന ജനത്തെ നോക്കി, വാഗ്ദത്തം പ്രാപിച്ച ദൈവജനത്തെ നോക്കി ദൈവം പറയുകയാണ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. അവരോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളുടെ നടുവിൽ നടക്കുകയില്ല. നടന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാനൊന്ന് വഴിമാറി പോവുകയാണ്. അതാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം അശുദ്ധി ദൈവത്തിൻ്റെ ശാപത്തെയും, പാപം ദൈവകോപത്തെയും, അനുസരണക്കേട് ദൈവികമായ ന്യായവിധിയെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ദൈവത്തിൻ്റെ ജനം വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മെ വിശുദ്ധിയിൽ എങ്ങനെ കാത്തു സൂക്ഷിക്കാം, താഴ്മയിൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ദൈവസ്നേഹത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് ദൈവകോപം വേണ്ട, എനിക്ക് ദയ മതി, എനിക്ക് കരുണ മതി. രാവിലെ തോറും അത് പുതുതായിരിക്കുന്നു. ആ കരുണ എനിക്ക് വേണം, ആ ദയ എനിക്ക് വേണം, ആ കൃപ എനിക്ക് വേണമെന്ന് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ നടക്കും. കർത്താവ് പറയുന്നു, ഈ ജനത്തിൻ്റെ നടുവിൽ ഞാൻ നടക്കുകയില്ല. റീസൺ എന്താണ്? ദുശാഠ്യമുള്ള ജനമാകുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ശാഠ്യം കാണിക്കുന്ന ജനമാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുവാൻ മനസ്സില്ല. ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് ചേർത്ത് നിൽക്കുന്ന ഒരു മൈൻഡാണ് ഉള്ളത്. ആ കാര്യത്തോട് യോജിച്ച് അതിനോട് ചേർന്ന് വന്ന് താഴ്മയോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് ദൈവം പറയുന്നത്, ദുശാഠ്യമുള്ള ജനമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ നിങ്ങളോട് സംസാരിക്കുന്നവർ ഈ വിദ്വേഷവും വെറുപ്പും ഒരു താല്പര്യമില്ലായ്മയും കലർന്ന ദൈവിക കാര്യങ്ങളിൽ, സഭയുടെ കാര്യങ്ങളിൽ ഒക്കെ, അവിടെയുള്ള ലീഡർഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തിയില്ലാതെ അതിനെ എപ്പോഴും സ്ഥിരം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം കാണിക്കുന്നവരാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതെങ്കിൽ അവരെ വിട്ടൊന്ന് മാറണം. അവരിൽ നിന്നൊരു ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെയുള്ളവർ ഒറ്റയ്ക്കിരുന്നോട്ടെ, അവർ ഒറ്റയ്ക്കിരുന്ന് കുറ്റം പറഞ്ഞോട്ടെ, ഒറ്റയ്ക്കിരുന്ന് വിമർശിച്ചോട്ടെ,
ഒറ്റയ്ക്കിരുന്ന് കമൻറ്റ് പറഞ്ഞോട്ടെ. അങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് സേഫ് ആയിരിക്കും. ഓക്കെ, ഒരാൾ കൂടെ അതിൽ വീണു പോകുവാൻ പാടില്ല. ദൈവകൃപയിൽ ദൈവസ്നേഹത്തിൽ നിൽക്കുന്നവരെ തള്ളിയിടുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കുള്ളിലുണ്ടാകും. മോശ നടത്തിയ ഇസ്രായേൽ ജനത്തിനിടയിലുമുണ്ട് മുറുമുറുക്കുന്നവർ, പിറുപിറുക്കുന്നവർ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുമുണ്ടായി പിശാചിനിടം കൊടുത്ത യൂദ. ദൈവം സൃഷ്ടിച്ച ആദാമിനും ഹവ്വയ്ക്ക് പോലും ആ പിശാചിൻ്റെ ആലോചന കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ നിരസിക്കുവാനുള്ള മൈൻഡുണ്ടായി. മനുഷ്യരെ ഏത് രീതിയിൽ അവരെ വഴിതിരിച്ചു വിട്ട് അശുദ്ധിയിൽ ആക്കാമെന്നുള്ളതിലാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. അവർക്ക് ബോധം കൊടുത്ത് നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിയെടുക്കൂ. അവർ സ്ഥിരമായി തന്നെ എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല എങ്കിൽ അവരെ വിട്ട് മാറിപ്പോകുന്നതായിരിക്കും ദൈവജനത്തിന് നല്ലത്. മുറുമുറുക്കുന്ന വിശ്വാസികൾ, പിറുപിറുക്കുന്ന വിശ്വാസികൾ, കുറ്റം പറയുന്ന വിശ്വാസികൾ, നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, എപ്പോഴും എല്ലാ കാര്യങ്ങളെയും വിശുദ്ധമായ കാര്യങ്ങളെ ചവിട്ടിത്തേച്ച് സംസാരിക്കുന്ന വിശ്വാസികൾ, തരം താഴ്ത്തി സംസാരിക്കുന്ന വിശ്വാസികൾ, അവരുടെ മേൽ ദൈവത്തിൻ്റെ ശാപം വരും. അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയില്ല. അവർ പല സ്ഥലങ്ങളിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഇടിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ വരും. അവരോട് മനസ്സലിഞ്ഞ് മറ്റുള്ളവർ കൂടെ നിന്ന് നിങ്ങളുടെയും നന്മകൾ നഷ്ടപ്പെടുത്തി കളയരുത്. അവർ കഷ്ടപ്പെടുന്നതിനുള്ള ചില കാരണങ്ങൾ അവർ ദൈവത്തിനു മുന്നേ കുറ്റം ചെയ്യുന്നത് കൊണ്ടാണ്. അവർ സ്വാഭാവികമായിട്ടുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് അവർ രക്ഷ പ്രാപിച്ച് മുന്നോട്ട് പോകും. എന്നാൽ സഭയുടെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ കാര്യങ്ങൾ, ശുശ്രൂഷയുടെ കാര്യങ്ങൾ, ദൈവവേലയുടെ കാര്യങ്ങൾ അതിനെതിരെ സംസാരിച്ചും അതിനെതിരെ കുറ്റം പറഞ്ഞും അതിനെതിരെ മുറുമുറുത്തും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞും അനേകരുടെ ഉള്ളിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന വിശ്വാസികൾ അവർ ദൈവ നന്മ പ്രാപിക്കുകയില്ല. അങ്ങനെയുള്ള വിശ്വാസികളെ വിട്ട് ഒതുങ്ങിപ്പോകുവേൻ. അങ്ങനെയുള്ള വിശ്വാസികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളെ കട്ട് ചെയ്യുവേൻ. ഇനി വല്ലപ്പോഴും ഒരിക്കലാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ ബോധം കൊടുത്ത് കറക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് സ്ഥിരം ഈ സ്വഭാവം കാണിക്കുന്ന വിശ്വാസികളെ ഒഴിവാക്കാനാണ് പറയുന്നത്. നമ്മുടെ സഭയിൽ അങ്ങനെ ആരും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഒഴിവാക്കുവിൻ. അവരെ ഒഴിവാക്കുന്നത് ദൈവജനത്തിന് അനുഗ്രഹമായിരിക്കും. അവർ പറയുന്ന ചില നെഗറ്റീവ് കമൻറ്റുകൾ, നെഗറ്റീവ് റിപ്പോർട്ടുകൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടന്ന് വിശ്വാസത്തിൻ്റെ വചനം നിങ്ങളിൽ മുളയ്ക്കാതെ വണ്ണം, വിശുദ്ധിയുടെ വചനം നിങ്ങളിൽ മുളയ്ക്കാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സാത്താൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. അനാവശ്യമായ അനുതാപം കാണിച്ചുകൊണ്ട് ചിലരെ വശീകരിക്കുവാനുള്ള സ്വഭാവം സാത്താൻ കാണിക്കും. ഇതേ സ്വഭാവം ചില വിശ്വാസികളും കാണിക്കുന്നുണ്ട്. എന്തിന്? ഇവർ സഹതാപം കാണിക്കുന്നതും ഇവർ വശീകരിക്കുന്നതും ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധിയിലേക്കും കൊണ്ടുവരുവാനുമല്ല, ദൈവസ്നേഹത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും താഴെ തള്ളിയിടുവാനാണ് കാണിക്കുന്നത്. അവർ ചെയ്യുന്നത് പിശാചിൻ്റെ ജോലിയാണ്, ദൈവത്തിൻ്റെ ജോലിയല്ല, ദൈവരാജ്യത്തിൻ്റെ ജോലിയല്ല. ദൈവരാജ്യത്തിൻ്റെ ജോലി എന്താണ്? ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതും അവിശ്വാസത്തിൽ നിൽക്കുന്നവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതും അശുദ്ധിയിൽ നിൽക്കുന്നവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതുമാണ് ദൈവരാജ്യത്തിൻ്റെ ജോലി. ദൈവത്തിൻ്റെ ജനം ചെയ്യേണ്ടത് ദൈവരാജ്യത്തിൻ്റെ ജോലിയാണ്, സാത്താൻ്റെ ജോലിയല്ല. ദൈവകൃപയിൽ നിന്നും ജനത്തെ തള്ളിയിടുന്നത് സാത്താൻ്റെ ജോലിയാണ്. എന്നാൽ വീണ് കിടക്കുന്നവരെ ദൈവകൃപയിലേക്ക് നടത്തിക്കൊണ്ടുവരുന്നത് ദൈവരാജ്യത്തിൻ്റെ ജോലിയാണ്. ദൈവരാജ്യത്തിൻ്റെ ജോലികൾ ചെയ്യുവാനാണ് ദൈവജനത്തെ കർത്താവ് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, സാത്താൻ്റെ ജോലി ചെയ്യരുത്, ദൈവരാജ്യത്തിൻ്റെ ജോലി ചെയ്യണം. യെസ് യെസ്. മുറുമുറുപ്പ്, പിറുപിറുപ്പ്, നെഗറ്റീവ് കമൻസ്, ഓക്കെ, ഒരു നല്ല കാര്യങ്ങളിൽ അസ്വസ്ഥത കാണിക്കുന്നത്, ഇങ്ങനെയുള്ള വിശ്വാസികളായിരിക്കരുത് ദൈവജനം. പകരം സ്തോത്രത്തോടെ, സ്തുതിയോടെ. ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ അടിക്കടി പറയാറുണ്ട്, അതായത് ദൈവാലയത്തിൽ പല ജോലികൾ ചെയ്യുന്ന ദൈവമക്കളുണ്ട്. നിങ്ങൾ ദൈവാലയത്തിൽ ജോലികൾ ചെയ്യുന്നവരെല്ലാം സ്തുതിയോടെ, സ്തോത്രത്തോടുകൂടെ ആ ജോലികൾ ചെയ്യണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നൊരു കാര്യം, ഞാനീ പറയുമ്പോൾ അപ്പോൾ ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ച മാത്രം അങ്ങനെ ചെയ്തിട്ട് വീണ്ടും പഴയപടിയേ പോകും. അതായത് ഇന്നത്തെ വിശ്വാസികളുടെ അവസ്ഥ കീ കൊടുക്കുന്ന പൊമ്മയെ പോലെയാണ്. കീ കൊടുക്കുന്ന പൊമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ?
എന്താണ് അവസ്ഥ? കീ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഫോഴ്സ് നിൽക്കുമ്പോൾ മാത്രം അത് ടക്ക് 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 എന്ന് ചാടി പോകും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഫോഴ്സ് തീരുമ്പോൾ വീണ്ടും കീ കൊടുക്കണം. ഈ പാസ്റ്റർമാരുടെ കയ്യിൽ കീ കൊടുക്കുന്ന പൊമ്മയെ പോലുള്ള അവസ്ഥയിലുള്ള വിശ്വാസികളെ കിട്ടിയാൽ ആ പാസ്റ്ററിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. കീ കൊടുക്കുന്ന പൊമ്മയെ പോലുള്ള വിശ്വാസികളായിരിക്കരുത് ദൈവത്തിൻ്റെ ജനം. പകരം ഒരു വചനം ഏറ്റെടുത്താൽ വിലയേറപ്പെട്ട മുത്തുപോലെ ഏറ്റെടുത്ത് അതിനെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ദൈവമക്കൾക്കുണ്ടാകണം. ഹല്ലേലൂയ. രാവിലെ തോറും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ 2 ദിവസം പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥിക്കില്ല. വീണ്ടും പാസ്റ്റർ പറയണം രാവിലെ തോറും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. 2 ദിവസം പ്രാർത്ഥിക്കും, പിന്നെ പ്രാർത്ഥിക്കില്ല. ഇത് ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകും. കീ കൊടുക്കുന്ന പൊമ്മകൾ. അതിനെന്താ ഷോർട്ടായിട്ട് എന്താ പറയാനുള്ളത്? കീ കൊടുക്കുന്ന പൊമ്മ വിശ്വാസികൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വിശ്വാസികളാണോ? അല്ല, വചനം ഏറ്റെടുത്ത് അതിനെ ഏറ്റെടുക്കുന്ന ദൈവജനമാണോ? അതിനനുസരിക്കുന്ന ദൈവജനമാണോ? അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, കീ കൊടുക്കുന്ന പൊമ്മ വിശ്വാസിയായി ഇരിക്കേണ്ട, വചനം ഏറ്റെടുത്ത് ജീവിതകാലം മുഴുവനും അത് നമുക്ക് കൊണ്ടു നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വചനം അറിയുന്നത്, ഏറ്റെടുക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ പ്രയോഗിക്കുവാനുള്ള നല്ല ഹൃദയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത് വഴിയരികിൽ വീണ വിത്ത് പോലെ, പാറപ്പുറത്ത് വീണ വിത്ത് പോലെ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആകരുത്. അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആകണം. നല്ല നിലത്ത് വീണ വിത്ത് അത് മുളച്ച് വളർന്ന് അത് ഫലം കായ്ക്കും. 30, 60, 100 മേനിയായി വിളയും. നമ്മുടെ ഉള്ളമെല്ലാം ദൈവവചനത്തെ ഏറ്റെടുക്കുന്ന നല്ല നിലമായി മാറട്ടെ. നമ്മുടെ ഉള്ളമെല്ലാം ദൈവവചനം ഏറ്റെടുക്കുന്ന നല്ല നിലമായി മാറട്ടെ. ദുശാഠ്യമുള്ള ജനമായിരിക്കരുത്. താഴ്മയും ദൈവസ്നേഹവും ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീരസം നമുക്കുണ്ടാകില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന നിസ്സാരത്വത്തോടെ സംസാരിക്കുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ നീരസത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ നഷ്ടപ്പെടുത്തും, ആശീർവാദങ്ങളെ നഷ്ടപ്പെടുത്തും, നന്മകളെ നഷ്ടപ്പെടുത്തും, വലിയ വലിയ തകർച്ചയിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാൽ ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ, കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ, എത്ര വലിയ തകർച്ചകൾ അവൻ്റെ ജീവിതത്തിൽ വന്നാലും ആ തകർച്ചകളൊന്നും അവനെ നശിപ്പിച്ചു കളയുകയില്ല. അവൻ പൂർവാധികം ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിനായി ഓടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവനെ ഉപയോഗിക്കും.